ചേച്ചി, കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ ചൈനയിൽ മീറ്റ് ചെയ്തു. ഇത് അത്ര പന്തിയുള്ള ഒരു മീറ്റിംഗ് അല്ലല്ലോ നമുക്ക് തോന്നിയല്ലേ? അത് സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. അതായത് അവർക്കൊരു ഭയമുണ്ട്. അതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആദ്യം അതിലേക്ക് വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അവരവിടെ എത്തി, ഈ ഒരു മീറ്റിങ്ങിലേക്ക് എത്തിയെന്ന് പറയണമല്ലോ. അതായത് സാർക്ക് സമ്മിറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ്റെ. അതായത് അതിലുള്ളത് അഫ്ഗാനിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട്, ഭൂട്ടാനുണ്ട്, ഇന്ത്യയുണ്ട്, മാൽദീവ്സ് ഉണ്ട്, നേപ്പാളുണ്ട്, പാകിസ്ഥാനുണ്ട്, ശ്രീലങ്കയുണ്ട്. ഇത്രയും രാജ്യങ്ങൾ ചേർന്ന ഒരു സമ്മിറ്റാണ് സാർക്ക് ഉച്ചകോടി എന്ന് പറഞ്ഞ് നടക്കാറുള്ളത്. അപ്പോൾ ഈ കൂട്ടായ്മയ്ക്കെതിരെ മറ്റൊരു കൂട്ടായ്മ കൊണ്ടുവരണം. അത് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഒരു ആവശ്യം കൂടിയായി മാറുന്നുണ്ട്. അപ്പോൾ അവർ ചൈനയിലെ കുൻമിങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന കുൽസിത പ്രവർത്തനങ്ങൾക്കായിട്ട് ത്രികക്ഷി യോഗം ഈ 3 രാജ്യങ്ങളും കൂടെ നടത്തിയത്. അപ്പോൾ കാരണം ഈ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധമുണ്ടല്ലോ, ആ അഭേദ്യമായ ബന്ധങ്ങൾ കുറച്ചുകൂടെ ശക്തിപ്പെടുത്താനായിട്ട് ഒരു പ്ലാറ്റ്ഫോം, അവിശുദ്ധ ബന്ധം, അത് അങ്ങനെയും പറയാം, അതിനെ കുറച്ചും കൂടെ ശക്തിപ്പെടുത്താനായിട്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോം ആവശ്യമുണ്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം അവർ ഈ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. ഈ മീറ്റിംഗ് നല്ല രീതിയിൽ തന്നെ നടന്നു എന്നുള്ളത്, അതായത് അതിൻ്റെ ഒരു രൂപരേഖയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് പറയും, അതായത് ബാഡ് ഗൈസ് കമ്മിങ് ടുഗദർ. അതായത് വില്ലന്മാരെല്ലാം കൂടെ അവസാനം ഒരുമിക്കും നായകനെതിരെ. അതെ, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ മറ്റാർക്കും ഒരു സംശയം തോന്നരുതല്ലോ, ഞങ്ങൾ ഒരുമിക്കുന്നത് ഇവർക്കെതിരെയാണ് എന്ന് തോന്നരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യനെയും ശ്രീലങ്കയെയും മാലദ്വീപിനെയും അഫ്ഗാനിസ്ഥാനെയും കൂടി ക്ഷണിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാട്ടോ, ഞങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ ലാസ്റ്റ് ഇന്ത്യനെ ക്ഷണിക്കും എന്നാണ് പറയുന്നത്. ക്ഷണിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. അപ്പോൾ ലാസ്റ്റ് സാർക്സ് മീറ്റ് നടന്നത് 18ാമത്തെയാണ്. അത് 2014 നവംബർ 26, 27 തീയതികളിൽ. പിന്നീട് നടക്കേണ്ടിയിരുന്നത് 2016 അത് 19ാമത്തെ. അതപ്പോൾ ഇസ്ലാമാബാദിൽ നടക്കേണ്ടതാണ്. അപ്പോഴേക്കും അത് ക്യാൻസൽ ചെയ്തു. കാരണം ആ സമയത്താണ് പാകിസ്ഥാൻ ഉറി അറ്റാക്കൊക്കെ വരുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഈ നമ്മുടെ ബന്ധമൊക്കെ വളരെ വഷളായി തുടങ്ങിയതുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഞങ്ങൾ ആ ഭാഗത്തേക്ക് വരുന്നില്ല, നിങ്ങൾ തന്നെ വേണമെങ്കിൽ കൂടിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ അതിലേക്ക് പോയില്ല. അപ്പോൾ ഈ കുൻമിങ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ ത്രികക്ഷി യോഗത്തിന് മുമ്പ് മറ്റൊരു യോഗവും കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ചൈന. അത് ആരൊക്കെ തമ്മിലാണ്? മെയിലാണ്. അത് ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് നടത്തിയത്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത്, ഇതിൽ എല്ലാം പ്രധാനമായും വരുന്നത് ആരൊക്കെയാണ്? ചൈനയും പാകിസ്ഥാനുമാണ്. അവരുടെ ഒരു അസ്ഥിരത, അവരുടെ മനസ്സിലുള്ള ഒരു അങ്കലാപ്പ് ഒക്കെ അതിൽ പ്രകടമാണ് സത്യത്തിൽ. ഇത് ഇപ്പോഴാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുൽസിത പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി, വർഷങ്ങൾ പിന്നോട്ട് പോയ വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്നത് പോലെ 1965 ആ സമയത്ത് സിലിഗുരി ഇടനാഴിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ചിക്കൻ നെക്കാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വന്നപ്പോൾ ചൈനയും നേപ്പാളും ഒക്കെ ഉപയോഗിച്ച് അവിടെ ഒരു എന്താ പറയുക കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇന്ത്യയുടെ വളർച്ച, ഈ വളർച്ച, ആ വളർച്ച സത്യത്തിൽ പാകിസ്ഥാനും ചൈനയും ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഉറി അറ്റാക്ക് 2016 നടക്കുന്നുണ്ട്, പുൽവാമ അറ്റാക്ക് 2019 നടക്കുന്നുണ്ട്. ഇതിനെല്ലാം ഇന്ത്യ കൃത്യമായിട്ട് പാകിസ്ഥാന് തിരിച്ചടി നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ ഏറ്റവും അവസാനം പഹൽഗാം അറ്റാക്ക് വന്നപ്പോഴും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ നമ്മളവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്, പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ആണവ ബോംബുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഭീഷണി ഇങ്ങോട്ടേക്ക് എടുക്കണ്ട, അത് നടപ്പാകില്ല എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവരെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഒരു തരത്തിലും ഇന്ത്യയിലേക്ക് ഒരു തരത്തിലുമുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും, ഭീകരപ്രവർത്തനങ്ങളായിക്കോട്ടെ എന്ത് തരമായിക്കോട്ടെ, അവരുടെ അജണ്ട നടപ്പാക്കാനായിട്ട് പറ്റാതെ വരുന്നുണ്ട്. ആ പറ്റാതെ വരുന്നതിലുള്ള ഒരു കെറിവിക്കൽ, അല്ലെങ്കിൽ അതെങ്ങനെ നടപ്പാക്കാമെന്ന് നമ്മൾ ആലോചിക്കുമല്ലോ, ആ ആലോചനയാണ് ഇതിലേക്ക് എത്തുന്നത്. ഏറ്റവും ഒടുവിൽ വരുമ്പോൾ നമ്മൾ സിന്ധു നദീജല
ഉടമ്പടി അത് റദ്ദാക്കിയിട്ടുണ്ട്. പിന്നെ വ്യാപാരം ഒക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. മാത്രമല്ല തുറമുഖ പ്രവേശന നിയന്ത്രണം, പാകിസ്ഥാനിലേക്ക് വരികയോ പോവുകയോ ചെയ്യുന്ന ഷിപ്സിനെ എല്ലാം നമ്മുടെ പോർട്ടിലേക്ക് അടുപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും സൈനിക സ്ഥാപനങ്ങളെയാണ് നമ്മളെ ലക്ഷ്യം വെച്ച് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അവരുടെ. അപ്പോൾ അതെല്ലാം പാക് സൈന്യത്തിൻ്റെ പ്രവർത്തനശേഷിയും ഒക്കെ തകർക്കുന്ന ഒരു കാര്യം കൂടിയായി മാറുന്നുണ്ട്. പിന്നെ ചൈനയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ലാമിലും ഗാൽവാനിലും ചൈനയുടെ അതിർത്തി കടന്നിട്ടുള്ള ഇടപെടലുണ്ട്. ഈ ഇടപെടലിനെ എല്ലാം നമ്മൾ സൈനിക നയതന്ത്ര തലത്തിൽ തന്നെ നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. അത് ചൈനയ്ക്ക് നല്ല തലവേദനയാണ്. അവിടെ ചൈനയ്ക്ക് നമ്മൾ തിരിച്ചടിയും ഭീഷണിയും ഒക്കെ ആകുന്നുണ്ട്. അവർ പ്രതീക്ഷിച്ച പോലെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ കാലയളവ് എടുത്ത് നോക്കിയാൽ അറിയാം. പലരും പല തീരുമാനങ്ങൾക്ക് നമ്മളുടെ അരികിലേക്ക് വരുന്നത് നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇതെല്ലാം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നമ്മളോട് ഒരു നമ്മൾ പറയില്ല ചൊറിച്ചിലിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ഭൂരിഭാഗവും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളത്. അത് ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളും ഇനി ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കെതിരെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ബാധിക്കുമെന്നുള്ളത് അവർക്കറിയാം. അപ്പം അതിനെ ബ്രേക്ക് ചെയ്യാൻ ഇവർക്കൊരു കാരണം കണ്ടെത്തേണ്ടതുണ്ട്. കൂടാതെ നമ്മൾ ചൈനയുടെ ആക്രമണങ്ങളൊക്കെ പരിമിതപ്പെടുത്തുന്നതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണമൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ടുണ്ടെങ്കിൽ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മൂപ്പര് വന്ന സമയത്ത് നമുക്കെതിരെയായിരുന്നു. പിന്നീട് സംഭവങ്ങളെല്ലാം മനസ്സിലായി. ഇന്ത്യപ്പുള്ള നല്ലത് തന്നെ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്ന മാലിദ്വീപ് പ്രസിഡന്റിനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയുമായിട്ടൊക്കെ സഖ്യത്തിലാണ്. അപ്പം നേപ്പാളിലാണെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന BRI റോഡ് പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ സഹകരണമൊക്കെ ഇവർ നടത്തുന്നുണ്ട്, പാകിസ്ഥാനൊക്കെ ചേർന്ന് നടത്തുന്നുണ്ട്. പക്ഷെ അത് ഒപ്പമൊക്കെ വന്ന് സംസാരമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഫണ്ടിങ്ങിൻ്റെ ഒരു കാര്യം വന്ന് അതവിടെ ബ്രേക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രീലങ്കയിലാണെങ്കിൽ പ്രസിഡന്റ് ആയിട്ടുള്ളത് അനുരാഗ് കുമാര ദിസനായികയാണ്. അപ്പോൾ പണ്ട് ശ്രീലങ്കയിൽ ചൈന എന്താണ് കാണിച്ചത്? ചൈനയുടെ ഫണ്ടിങ് വരികയും പിന്നീട് അവിടെ ഉണ്ടായ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ ആ ഒരു രീതിയിൽ ശ്രീലങ്കയെ തിരിപ്പിച്ച് നമുക്കെതിരെ കൊണ്ടുവരാനോ അവിടെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ മാത്രമല്ല ഇന്ത്യയുമായിട്ട് ഈ ദിസനായകയെ നല്ല ബന്ധത്തിലേക്ക് വരാനാണ് താല്പര്യപ്പെട്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ പോലും എല്ലാവരും പറഞ്ഞത് അവിടെ ഒരു ഇടതുപക്ഷ സർക്കാരാണ് വരുന്നത്, ഇന്ത്യയുമായിട്ട് ചേർന്ന് പോവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ദിസനായകയെ മോദിയെ കാണുകയും നല്ല രീതിയിൽ, അതായത് ചൈനയിലേക്ക് പോലും പോകുന്നതിന് മുമ്പ് ദിസനായകയെ വന്നത് നമ്മുടെ നാട്ടിലേക്കാണ്. അപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് അത്രയും പ്രാധാന്യം ദിസനായകയെ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ ഇതിവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഈ ബാധിക്കുന്നത് അതായത് ഒരുമിച്ച് നിന്ന് പോരാടാം എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ ആശങ്കകളാണ് അഫ്ഗാനെയും ബംഗ്ലാദേശിനെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ട് ഒരു ത്രികക്ഷി സഖ്യത്തിന് ഇവർ മുന്നോട്ട് ഒരു രൂപരേഖ കൊടുക്കുകയും മുന്നോട്ട് വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനും അതിൻ്റെ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വല്ലാതെ ഉണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം തന്നെ ചൈന ഈ പറയുന്ന പോലെ അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും, എങ്ങുമില്ലാത്ത പോലെയും നിൽക്കും എന്ന് പറഞ്ഞ പോലെ ഒക്കെ പറയുമെങ്കിലും ഇതെല്ലാം നമ്മൾ നോക്കിക്കാണെങ്കിൽ നമ്മൾ ഇതിനെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്കും പാകിസ്ഥാനും കൃത്യമായിട്ട് അറിയാം ഇന്ത്യയെ അടക്കി നിർത്തണമെങ്കിൽ, അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അടക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ മറ്റൊരു സഖ്യം അവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. ആ സഖ്യം ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ ഇവരൊക്കെ കൂടെ ചേർന്ന് ത്രികക്ഷി യോഗം ചേർന്നത്. അതിനിടയിൽ അഫ്ഗാനിസ്ഥാനുമായിട്ടും യോഗം ചേർന്നിട്ടുണ്ട്. അതായത് താലിബാൻ ഭരണകൂടത്തെ തിരിക്കുക എന്നുള്ളതായിരിക്കും അതുവഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ത്രികക്ഷി യോഗം നടക്കുന്നത് ഇന്ത്യക്ക് എതിരെയാണ്. പക്ഷേ ഇതിനെ ഇന്ത്യ എങ്ങനെ നേരിടാൻ ഒരുങ്ങുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം.